നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം 2-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ ശ്ലോകമാകുന്നു. യഃ സർവത്രാനഭിസ്നേഹഃ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യഹ സർവത്ര അനഭിസ്നേഹഃ തത്തത് പ്രാപ്യ ശുഭാശുഭം ന അഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. യഹ സർവത്ര അനഭിസ്നേഹഃ തത്തത് ശുഭാശുഭം പ്രാപ്യ ന അഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം നിങ്ങൾ ശ്രദ്ധിക്കുക. ഭഗവാൻ കൃഷ്ണൻ ഈ ശ്ലോകത്തിൽ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറഞ്ഞതിന് ശേഷം ആ ഉറച്ച സ്ഥിരത ബുദ്ധി ഉള്ളവനാകുന്നു സ്ഥിരപ്രജ്ഞൻ എന്നാണ് സമർത്ഥിക്കുന്നത്. യാതൊരുവിന് ഒന്നിലും വിശേഷ താല്പര്യങ്ങളില്ലാതെ അഭിമാനമില്ലാതെ അനുകൂലമായതിനെ പ്രശംസിക്കുകയും പ്രതികൂലമായതിനെ നിന്ദിക്കാതെയും കേവലം ഉദാസീന ഭാവത്തോടെ വർത്തിക്കുന്നത് അവൻ്റെ ജ്ഞാനം ഉറച്ചതാകുന്നു. നമസ്തേ.